നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അഫാന്റെ മാതാവ് ഷെമി വെളിപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് മുന്നാകെയാണ് ഷെമി ഇത്തരത്തിൽ വീട്ടിൽ ഡയറി ഉണ്ട് എന്നൊരു മൊഴി നൽകിയിരിക്കുന്നത്. പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഉടനുണ്ടാകും. തെളിവെടുപ്പിന് ശേഷം ഡയറി പോലീസ് പരിശോധിക്കും. എന്തായാലും വീട്ടിൽ ഈ ഡയറി ഉണ്ട് എന്ന് ഷെമി നൽകിയിരിക്കുന്ന ഇത് നിർണായകമായ മൊഴിയായി മാറിയിരിക്കുകയാണ്. അതേസമയം വെഞ്ഞാറമൂട് 5 പേരെ കൂട്ടക്കൊല ചെയ്ത പ്രതി അഫാൻ ബന്ധുക്കളായ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊല ചെയ്തു. ഇതോടെ തന്റെ മനോധൈര്യം ചോർന്നു. തുടർന്ന് മറ്റു കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് കീഴടങ്ങി എന്നതടക്കമുള്ള ആ ഒരു തുറന്നു പറച്ചിൽ കൗൺസിലിങ്ങിനിടെയും അഫാൻ ആവർത്തിച്ചിരിക്കുകയാണ്. മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവരോട് 5 ലക്ഷം രൂപ ചോദിച്ചിരുന്നു, പക്ഷേ കൊടുത്തില്ല. ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കി. ഇതാണ് തനിക്ക് അവരോട് ദേഷ്യം വരാൻ കാരണമായതെന്നും അഫാൻ മൊഴി നൽകി. വെഞ്ഞാറമൂട് 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതി അഫാന്റെ മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധർ നടത്തിയ മാനസിക നില പരിശോധന, അതിലാണ് കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും മദ്യമല്ലാതെയുള്ള മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്ന് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഒരു മറവിലാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അഫാൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെയായിരിക്കുകയാണ്. സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോട് തനിക്ക് പക തോന്നി. കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അവസാന നിമിഷം അത് ഒഴിവാക്കിയെന്നും മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. മുത്തശ്ശി സൽമ ബീവി, പ്രതി സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷഹീദ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്സാൻ, മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി 2 പേരെ കൂടി കൊല്ലാനായിരുന്നു അഫാന്റെ പദ്ധതി. പക്ഷേ ആ പദ്ധതി നടന്നില്ല. അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ ധൈര്യം ചോരുകയായിരുന്നു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിക്കൽ സെല്ലിലാണ് അഫാൻ കഴിയുന്നത്. ഇന്ന് അയാളെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ ജയിലിലേക്ക് മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 4 കേസുകളിൽ അടുത്ത ദിവസം വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. പെരുമല വീട്ടിലെ അഫാന്റെ അനുജൻ, പെൺസുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തിയത് മാതാവിനെ ആക്രമിച്ച സംഭവത്തിലുമാണ് തിങ്കളാഴ്ച വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.